ഫ്ലൈറ്റ് ആക്സിഡന്റ് പറയാറായി. കാരണം അത്യാവശ്യം ഒരു ട്രെയിൻ പ്ലെയിൻ സംഭവം. അപ്പോൾ എന്തായാലും ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടണം എന്നുള്ളത് പറഞ്ഞാൽ മാത്രമാണ്. അല്ലെങ്കിൽ രണ്ട് എഞ്ചിനും ഫെയിലാവുക എന്നുള്ളത് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ അല്ല, ഇതുവരെ അപകടം നടക്കാത്ത ഇത്ര വലിയൊരു അപകടം നടന്നിട്ടില്ല. അപകട സാധ്യത കുറഞ്ഞൊരു വിമാനമാണ്. അല്ല, റോൾസ് റോയ്സിൻ്റെ ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എഞ്ചിൻ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഞാൻ ബ്ലാക്ക് ബോക്സ് ഒന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്തെങ്കിലും കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം മതി അങ്ങനൊരു കൺക്ലൂഷനിൽ വരും. അല്ല, ഇപ്പം തന്നെ ഒരു അട്ടിമറി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ വെയിറ്റ് എന്നുള്ളതാണ് എന്തായാലും സങ്കടകരമായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുമ്പ് എയർ ഇന്ത്യക്ക് മാത്രം ഇതുപോലെ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. ക്രാഷിന് ബോയിങ്ങിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡ്രീം ലൈനൊക്കെ ഇതൊരു അഡ്വാൻസ്ഡ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ്. അതിന് ആദ്യമായിട്ടാണ് ലോകത്തിലെവിടെയും നടക്കാത്തൊരു സംഭവം. അതിൽ നാട്ടിൽ ചോദിച്ചു പോലുള്ള ആ ഒരു സംഭവം അതെന്താണെന്നുള്ള അന്വേഷണത്തിൽ തെളിയും. അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് 32 സെക്കൻഡിലാണ് വീണിരിക്കുന്നത്. അത്രയും വാണിംഗ് ഒന്നും ഇല്ലാത്തൊരു മെഷീൻ അല്ലല്ലോ അല്ലല്ല. അതുപോലെ തന്നെ ഇങ്ങനെ വീഴാതിരിക്കാനുള്ള ടെക്നോളജി എല്ലാം ഉണ്ട് അതിനകത്ത്. എഞ്ചിൻ ഓഫായി കഴിഞ്ഞാലും ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകാനുള്ള പല ടെക്നോളജിയുണ്ട്. ഇത് പൈലറ്റിൻ്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. 8000 മണിക്കൂർ ഓടിച്ചിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 1200 ഹവേഴ്സ് ഫ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. 1000 എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അത് കണ്ണടച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് 8000 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല, എന്താണെങ്കിലും കണ്ടറിയാം നമ്മൾ മാത്രം. എയർ ഇന്ത്യനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ. അതെപ്പോഴും എന്ത് വന്നു കഴിഞ്ഞാലും മറ്റേ എയർലൈൻസുകൾ കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ കിടക്കട്ടെ, കിട്ടിയ സമയം അടിക്കാന്നുള്ളത്. അല്ല, ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറയുന്നത്. മരണമെന്നുള്ളത് നമ്മുടെ സമയം വന്നല്ല, ആ മനുഷ്യതായിട്ടില്ല. അത്രയും ക്രാഷിൽ നിന്ന് അയാൾ ഫിനിക്സ് പക്ഷീനെ പോലെ അയാൾ അത് ഭയങ്കര. പക്ഷെ അയാൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ഓടിപ്പോയി പിടിച്ചെങ്കിൽ വലിച്ചു. പിടിച്ചു വലിച്ചു. ഇയാൾ ചാടലും പെട്ട് ഇടിക്കലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പം എന്തോ മിറാക്കിൾ. താങ്ക് യു സാർ.